ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം ഞാനിപ്പോൾ ഒന്ന് കുളിച്ചൊക്കെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു കുഞ്ഞൊരു വീഡിയോ ഉണ്ടാക്കാമെന്ന്. ഇപ്പോൾ ഓൾമോസ്റ്റ് ഞങ്ങൾ കുറച്ചിങ്ങനെ ഇവിടെ പാക്കിംഗ് ഒക്കെ ചെയ്തിങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. ഇനി ഞങ്ങൾക്ക് കൊട്ടാരക്കരയിൽ ഒരു 2 ദിവസം കൂടെ ഉള്ളൂ ഇവിടെ. ഇന്നിപ്പം തേഴ്സ്ഡേ, ഫ്രൈഡേ സാറ്റർഡേയും കൂടെ ഉള്ളൂ. സൺഡേ ഞങ്ങൾ തിരിച്ച് ഗോവയിലേക്ക് പോവുകയാണ്. പിന്നെ ഗോവയിൽ നിന്ന് ഒരു 14th ഒക്കെ ആകുമ്പോൾ ഡൽഹിയിലേക്ക്, ദെൻ ഡൽഹി ടു മാൾട്ട. അങ്ങനെയാണ് ഞങ്ങളുടെ. ഹായ്, ഞാനിപ്പോൾ വീട്ടിൻ്റെ പുറത്താണ്. എൻ്റെ അമ്മേ എന്തൊരു വെയിലാണ് ഇവിടെ. ഒന്നെങ്കിൽ ഭയങ്കര മഴ. ഹലോ ദിയ. ഒന്നെങ്കിൽ നല്ല മഴയായിരിക്കും. ഇപ്പം ഭയങ്കര വെയിലാട്ടോ കേട്ടോ. ഭയങ്കര വെയിലും അതേപോലെ തന്നെ ഭയങ്കര ചൂടും. അപ്പം ഇതാ ഹായ് ദേക്കുട്ടി. ദേക്കുട്ടി ഇവിടെ ഓടി ചാടി കളിച്ച് എൻജോയ് ചെയ്ത് നടക്കണം. ഞാൻ പറഞ്ഞു കിട്ടിയ അവസരം മുതലാക്കിക്കോ. ഇവിടെ എല്ലാം അവിടെ അവർക്ക് അങ്ങനെ പുറത്തുനിന്ന് അവർ ഇറങ്ങാറില്ല. പാർക്കിൽ പോവുക അത്രയ്ക്കല്ലേ ഉള്ളൂ. അപ്പം ഇവിടെ ആകുമ്പം കുറേ സ്പേസ് ഉണ്ട്, നല്ല രീതിയിൽ കളിക്കാം. അപ്പം അവരോട് കളിക്കാനും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. മഴ ആയ കാരണം കുറച്ച് ദിവസങ്ങൾ അങ്ങനെ പോകും, പക്ഷെ ഇപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ ഇതാ ഇപ്പോൾ വൈകുന്നേരം ഒരു 4:30 മണി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളെയൊക്കെ ഒന്ന് ജസ്റ്റ് നമ്മുടെ വീട്ടിൻ്റെ ചുറ്റുമൊക്കെ ഒന്ന് കാണിക്കാം എന്നൊക്കെ. ഇവിടെ മൊത്തം ഭയങ്കര ചെടികളും ഒക്കെയാണ്. കുറേ ദിവസമായും തോന്നുന്നു വെട്ടിത്തെളിച്ചിട്ടില്ല. അപ്പം അതൊക്കെ ഇങ്ങനെ കണ്ടോ. പക്ഷെ നല്ല രസമാണ് ഇവിടെയൊക്കെ വൈകുന്നേരം ജസ്റ്റ് ഇങ്ങനെ വാക്ക് ചെയ്യാനൊക്കെ. എൻ്റെ പുറകിലുണ്ടോ ഇങ്ങനെ വാക്ക് ചെയ്യാനൊക്കെ നല്ല രസമാണ്. ഞാൻ കുറച്ച് റീലൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചതായിരുന്നു, പക്ഷെ ഒന്നും പറ്റിയില്ല, സമയക്കുറവ്. പിന്നെ എനിക്ക് നടുവിന് ഭയങ്കര ബാക്ക് പെയിൻ, ഭയങ്കരമായിട്ട് സഹിക്കാൻ പറ്റാത്ത പെയിനാണ്, ഇപ്പോഴും ഉണ്ട്. പക്ഷെ വീഡിയോ ഒക്കെ എടുക്കണമല്ലോ എന്ന് വിചാരിച്ചിങ്ങനെ ഞാൻ നിൽക്കുകയായിരുന്നു. നല്ല ബാക്ക് പെയിനാണ്. ഹോമിയോ ട്രീറ്റ്മെൻറ്റാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. ഓൾമോസ്റ്റ് സ്റ്റാർട്ടായിട്ടേ ഉള്ളൂ. അപ്പം അതിൻ്റേതായിട്ട് മാറ്റങ്ങൾ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഇങ്ങനെ നമ്മൾ നടന്ന് ഇങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ വീടിൻ്റെ ചുറ്റും നമുക്കിങ്ങനെ നടക്കാം. അപ്പോൾ ജസ്റ്റ് ഒരു ഈവനിങ് വാക്ക്. കുറേ ആയിട്ടോ ഞാനിങ്ങനെ നടക്കാറൊന്നുമില്ല. നേരത്തൊക്കെ ഞാനിങ്ങനെ നടക്കുമായിരുന്നു. ഇങ്ങനെ അവിടുന്ന് ആ സൈഡിൽ നിന്ന് നമുക്കിങ്ങനെ ചുറ്റി വരാം. ഇവിടെ കിണറുണ്ട്. പിന്നെ അടുത്തത് നമ്മുടെ ഇവിടെ കുടുംബക്ഷേത്രം എന്ന് പറയില്ലേ, അതാണ് കേട്ടോ ഈ കാണുന്നതാണ് നമ്മുടെ കുടുംബക്ഷേത്രം. ഇവിടെ ആക്ച്വലി നമുക്ക് അവിടം വരെ അലൗഡ് ഉള്ളൂ പോകാനായിട്ട്. ഒരു ഭാഗത്ത് മാത്രമേ പറ്റുള്ളൂ. അതിൻ്റെ അകത്ത് ആക്ച്വലി ആണുങ്ങളെ പോകാറുള്ളൂ. നമ്മൾ പെണ്ണുങ്ങളെല്ലാവരും അവിടെ പുറത്ത് നിന്നിട്ടാണ് തൊഴുകാറുള്ളത്. ഇപ്പം എനിക്ക് അവിടെ പോകാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ പോണില്ല. പക്ഷെ ഇതാണ് ഈ കാണാണ് രഞ്ജിത്തിൻ്റെ തറവാട്. അപ്പം എല്ലാവരും രഞ്ജിത്തിൻ്റെ എല്ലാം ചിറ്റപ്പന്മാരൊക്കെ ആ ഒരു സെയിം ലൈനിലാണ് അവരൊക്കെ താമസിക്കുന്നത്, താഴോട്ടായിട്ട്. ചൂടാണെങ്കിൽ പോലും കാലാവസ്ഥ വളരെ നല്ലതാണ്. മഴ വന്നപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അയ്യോ പണി പാളിയോ, എന്താ വെച്ചാൽ ഞങ്ങൾക്ക് ഈ ഒരു സമയം ഞങ്ങൾ വരാൻ തന്നെ കാരണം മഴയില്ലാത്ത സമയം, മഴയൊക്കെ ഒന്ന് കുറഞ്ഞ് കാണും. പിന്നെ നമുക്ക് മാക്സിമം പോകാനൊക്കെ പറ്റും, പുറത്തൊക്കെ പോകാൻ പറ്റും, കുറച്ച് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും, സ്ഥലങ്ങൾ കാണാൻ പറ്റും. അതൊക്കെ മനസ്സിൽ പ്ലാൻ ചെയ്തുകൊണ്ടാണ് ഈ ഒരു സമയം കൂടെ തിരഞ്ഞെടുത്തത്. പിന്നെ നമ്മുടെ കയ്യിൽ വേറെ ഓപ്ഷനും ഇല്ലായിരുന്നു കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ ഓഗസ്റ്റിലായിരുന്നു ഞങ്ങളുടെ വിസ റിന്യൂവൽ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഈ ഒരു സമയം ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ പ്രാക്ടിക്കലി നോക്കിക്കഴിഞ്ഞാൽ. അപ്പോൾ പിന്നെ ഈ സമയത്ത് പക്ഷേ ഞങ്ങൾ വന്നപ്പം കുറച്ച് ദിവസം നല്ല മഴയുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്കത് എഫക്റ്റ് ചെയ്തില്ല. ഞങ്ങൾക്ക് എല്ലാവിടെയും വിചാരിച്ച സ്ഥലങ്ങളിലെല്ലാം പോയി.
അപ്പോൾ അതാ അങ്ങനെയൊക്കെ തന്നെ എൻ്റെ കൈ നല്ല രീതിയിൽ കഴിക്കുന്നുണ്ട്. എനിക്കിങ്ങനെ വീഡിയോ ഒന്നും എടുത്ത് ശീലമില്ലാത്തതുകൊണ്ട് കൈ നല്ല രീതിയിൽ. ഒരു ദിയക്കുറ്റി വന്നിട്ടുണ്ട്. വേദു എന്തേ? വേദു ചായ കുടിക്കാൻ തോന്നുന്നു. അവൾക്ക് ഞാൻ ചായ കൊടുക്കാത്തതാണ്. ചായ കുടിച്ച് കഴിഞ്ഞിട്ടില്ലേ? അപ്പോൾ ഇവിടെ വന്നിട്ട് വേദൂട്ടി അമ്മൂമ്മ ചായ കൊടുത്ത് അവളെ ശീലിപ്പിച്ചു. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ചായ. പക്ഷെ ഞാൻ എന്നും ഒന്നും കൊടുക്കാറില്ല ചായ. എപ്പോഴെങ്കിലും വല്ലപ്പോഴും സൺഡേ ഓർ സാറ്റർഡേ വല്ലപ്പോഴും രാവിലെ ഒന്ന് ഇത്തിരി ചായ കൊടുക്കും. അല്ലാതെ അവൾക്ക് ഞാൻ ചായ കൊടുക്കാറേ ഇല്ല. ഇവിടെ വന്നിട്ട് എൻ്റെ അമ്മ എന്നും ചായ കൊടുക്കുന്നുണ്ട്. അതന്നെ ശീലമായി. സാരില്ല. ഇതേ കുട്ടിക്ക് ചായ വേണ്ടായിരുന്നോ? നീയും കുടിച്ചോ ചായ? ഈ കുട്ടിക്ക് ചായ ഇഷ്ടമാണോ? എങ്ങനെ അമ്മ കണ്ടോ ദിയാ? അപ്പം ഇതാണ് കേട്ടോ രഞ്ജിത്തിൻ്റെ കൊട്ടാരക്കരയിലുള്ള വീട്. അപ്പം വിചാരിച്ച പോലെ ഒന്നും നമുക്ക് ഇപ്രാവശ്യം കുറച്ച് നേരം വീട്ടിൽ ഇരിക്കാനോ ടൈം സ്പെൻഡ് ചെയ്യാനോ ഒന്നും കിട്ടിയില്ല കേട്ടോ. തിരക്കായിരുന്നു. മാൾട്ടയിൽ നിന്ന് വരുമ്പം വിചാരിച്ചു വീട്ടിലൊക്കെ ഇരുന്ന് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത്, എന്താ വെച്ചാൽ നമ്മൾ മാൾട്ടയിൽ എപ്പോഴും ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ ഇരിക്കുകയല്ലേ. അപ്പം നമുക്ക് ഇവിടെ വന്നാലാണ് കുറച്ചൊന്ന് റെസ്റ്റ് ചെയ്യാനൊക്കെ കിട്ടുക. പക്ഷേ വിചാരിച്ച പോലെ അങ്ങനെ ഒന്നും നടന്നില്ല. ഭയങ്കര തിരക്ക് പിടിച്ച ഒരു സമയമായി പോയിട്ടോ ഇപ്രാവശ്യത്തെ. അപ്പോൾ ഇതാ ഞങ്ങൾ അന്ന് വൈകുന്നേരം അമ്പലത്തിലോട്ട് പോകാനായിട്ടുള്ള ഒരു റെഡിയായിട്ട് പോവുകയാണ്. അപ്പം അതിൻ്റെ മുന്നേ രഞ്ജിത്ത് നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ കയറി വിളക്ക് കൊളുത്തുന്നുണ്ടായിരുന്നു. അപ്പം ദിയനോടും വേദനോടും കയറി ഒന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു കേട്ടോ. അവരത് ചെയ്തിട്ട് തിരിച്ചത് അവിടെ വണ്ടി നിൽപ്പുണ്ടായിരുന്നു. അപ്പം അങ്ങോട്ട് പോവായിരുന്നു. അപ്പം ഇതാണ് കേട്ടോ കുടുംബക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട് ഭാഗം. അപ്പം ഇവിടെ വർഷത്തിലൊരിക്കൽ ഉത്സവം പോലെയൊക്കെ ചെയ്യാറുണ്ട്. വലിയ പൂജയൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതാണ് രഞ്ജിത്തിൻ്റെ അമ്മ വഴിക്കുള്ള കുടുംബക്ഷേത്രം. അപ്പം അവിടെയാണ് ഞങ്ങൾ ആദ്യം തൊഴുകാൻ വന്നത്. അപ്പം അവിടെ ആക്ച്വലി നട അടിച്ചിരിക്കുകയായിരുന്നു. ഇനി 6-6:30 ആകുമ്പോഴേ തുറക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ പെട്ടെന്ന് പുറത്തുനിന്ന് തന്നെ തൊഴുതു. എന്താ വെച്ചാൽ അത്രയും നേരം വരെ ഞങ്ങൾക്ക് നിൽക്കാനുള്ള സമയം ഉണ്ടായിരുന്നില്ല. എന്താ വെച്ചാൽ അവിടെ കൊട്ടാരക്കര ഗണപതി അമ്പലത്തിലും പോകണമായിരുന്നു ആ ദിവസം തന്നെ. അപ്പം അങ്ങനെ അവിടുന്ന് ബാക്കിലോട്ട് നോക്കിയപ്പോൾ ഒരു വലിയൊരു കുളം കണ്ടു. അപ്പം ദിയയ്ക്കും വേദുവിനും കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് വന്നായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. നല്ലൊരു വ്യൂ ആയിരുന്നു കേട്ടോ. എത്രത്തോളം ഫോണിൽ കൂടെ കാണുമ്പോൾ അത് ഭംഗിയുണ്ടെന്ന് അറിയില്ല. പക്ഷെ നേരിട്ട് കാണുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് കല്ലൊക്കെ എറിഞ്ഞ് കാണിച്ചു കൊടുക്കുമായിരുന്നു. അപ്പോൾ പിന്നെ അങ്ങനെയൊക്കെ അവരും കുറച്ച് നേരം അതിൽ കൂടെ ഒക്കെ നടന്ന് പൂക്കളൊക്കെ പിച്ചി, എന്നിട്ട് അമ്മ അവിടെ കിടന്ന് പറയണ്ടായിരുന്നു അമ്പലത്തിലെ അവിടുത്തെ പൂക്കളൊന്നും പിച്ചല്ലേ എന്ന്. അങ്ങനെ ഇതാ നമ്മുടെ അടുത്ത ഇതായിരുന്നു നമ്മുടെ കൊട്ടാരക്കര ഗണപതി അമ്പലം. നല്ലൊരു വൈകുന്നേരം സന്ധ്യ, ഒരു സൺസെറ്റ് ആ ഒരു സമയമായിരുന്നു കേട്ടോ. നല്ല ഇതുണ്ടായിരുന്നു. ഞാൻ കുറച്ച് നേരം ഇതാ ഇവിടേക്ക് ഇരുന്ന് വീഡിയോ ഒക്കെ എടുത്ത് അപ്പോഴേക്കും അവരൊക്കെ തൊഴുത് ഇറങ്ങണേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതാ അമ്മയും എല്ലാവരും ഒക്കെ തൊഴുതിറങ്ങി ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പം രണ്ടുപേരും അമ്മയെ വിളിച്ചുകൊണ്ട് പോകുന്നത് അവിടെ കുറേ കളിപ്പാട്ടങ്ങൾ കണ്ടു. അപ്പം അത് മേടിക്കാനുള്ള ഇതിലായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ പറഞ്ഞു ഒന്നും ഇപ്പം മേടിക്കേണ്ട, എന്താ വെച്ചാൽ ഇപ്പം തന്നെ സാധനങ്ങൾ ഒത്തിരി ആയി കൊണ്ടുപോകാൻ, ഇതൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ ഒരു കുട്ടി സാധനങ്ങൾ മേടിപ്പിച്ചിട്ട് പുറത്തിറങ്ങി കേട്ടോ ഞങ്ങൾ. അങ്ങനെ ഇത് കൊട്ടാരക്കര ഗണപതി അമ്പലത്തിലെ കുളമാണ് കേട്ടോ. ഇവിടെ മീനുകളൊക്കെ ഒത്തിരി ഉണ്ട്. ഇവിടെ മീൻ തീറ്റ മേടിക്കാനൊക്കെ കിട്ടും കേട്ടോ. അങ്ങനെ അതിനൊക്കെ ഇട്ട് കൊടുത്ത് അങ്ങനെ കുറച്ച് നേരം ഈ വ്യൂ ഒക്കെ കണ്ട് കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോകണം കേട്ടോ. അപ്പം അടുത്ത ദിവസം എൻ്റെ ഏട്ടൻ വരുന്നുണ്ടായിരുന്നു. അപ്പം അതിൻ്റെയൊക്കെ ഒന്ന് വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കുന്നുണ്ടായിരുന്നില്ല, എന്നാലും കുറച്ച് പ്രിപ്പറേഷനൊക്കെ ചെയ്യണമായിരുന്നു. അപ്പം അങ്ങനെയൊക്കെ ചെയ്ത് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു മടങ്ങി കേട്ടോ. നല്ല രസമില്ല ആകാശമൊക്കെ കാണാൻ. അപ്പോൾ ഇതാ പിറ്റേ ദിവസം ഏട്ടൻ വരുന്ന പ്രമാണിച്ച് ഇത് നമ്മുടെ കിങ് ഫിഷ് ആയിരുന്നു കേട്ടോ. കിങ് ഫിഷ് ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു.
ഇത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള മീനാണ്. ഗോവയിലാണെങ്കിൽ ഇതിൻ്റെ കുറച്ചും കൂടെ തിന്നായിട്ട് സ്ലൈസ് ചെയ്ത് തരും കേട്ടോ. എന്നിട്ടത് റവയിലിട്ടിട്ട് ഫ്രൈ ചെയ്യണം. ആഹാ, ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ ഇത് അമ്മയുടെ സ്പെഷ്യൽ പുലാവ്. അമ്മയുടെ പുലാവ് ഇപ്രാവശ്യം എൻ്റെ ബർത്ത്ഡേക്ക് എനിക്ക് കഴിക്കാൻ കിട്ടി. ഇങ്ങനെ ഏട്ടൻ വരുമ്പോഴും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുലാവ്. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് പറ്റിയെങ്കിൽ ഞാൻ അതിൻ്റെ റെസിപ്പി ഷെയർ ചെയ്യാം. ഇപ്രാവശ്യം അമ്മ ഉണ്ടാക്കുമ്പോഴൊക്കെ റെസിപ്പി ഷെയർ ചെയ്യണം എന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഒന്നും നടന്നില്ല. അപ്പോൾ ഇതാ അങ്ങനെ പുലാവ് വളരെ സിമ്പിൾ, പക്ഷെ അത്രത്തോളം നല്ല ടേസ്റ്റിയാണ് കേട്ടോ. പുലാവ് എന്ന് കേൾക്കുമ്പം നമ്മൾ വിചാരിക്കുന്നത് ഒത്തിരി നോർത്ത് ഇന്ത്യനും അല്ല, ഒരു കുറച്ച് നല്ല രസമാണ്, നല്ല ടേസ്റ്റാണ്. പിന്നെ നമ്മുടെ എൻ്റെ പ്രോൺസ് ഫ്രൈ, പിന്നെ ഇതെൻ്റെ ചിക്കൻ കറി, ഞാൻ ഉണ്ടാക്കിയ ചിക്കൻ കറി ആയിരുന്നു കേട്ടോ. അങ്ങനെ അവരെത്തി. അമ്മ ഓടി പോവാണ് കേട്ടോ നമ്മുടെ എൻ്റെ ഏട്ടൻ്റെ മോനെ എടുക്കാനായിട്ട്. ഞങ്ങളുടെ വീട്ടിൽ അവനെ നീലെന്നാണ് വിളിക്കുന്നത്. ഇതാണ് എൻ്റെ സിസ്റ്റർ ഇൻ ലോ. അപ്പം അവരെയൊക്കെ കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് കേട്ടോ കാണുന്നത്. ഓൾമോസ്റ്റ് ഒരു 3 years ആയിട്ടുണ്ടാവും ഇവരൊക്കെ കണ്ടിട്ട്. അതാണ് നമ്മുടെ കാർത്തിക്കുട്ടി, പിന്നെ എൻ്റെ സിസ്റ്റർ ഇൻ ലോൻ്റെ അമ്മയാണ് കേട്ടോ. അപ്പം നീലൻ, അതായത് എൻ്റെ ഏട്ടൻ്റെ മോൻ, അവന് കുറച്ചൊരു മടി ഉണ്ടായിരുന്നു എൻ്റെ അടുത്ത് വരാനൊക്കെ. ആദ്യമായിട്ടല്ല എന്നെ അവൻ കാണുന്നത്. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും ശരിയായിട്ടോ. പിന്നെ ഈ 4 എണ്ണം കൂടെ ഏട്ടൻ്റെ അടുത്ത് 2 വീലറിൽ പോകണം, മോളിലേക്ക് പോകണം, 2 വീലറിൽ കറങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാത്തിനെയും ഏട്ടൻ വണ്ടിക്കകത്തിട്ടിട്ട് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനിങ്ങനെ പറ്റണില്ല. എന്നിട്ട് നമ്മുടെ കുക്കു എന്നാണ് കേട്ടോ എൻ്റെ സിസ്റ്റർ ഇൻ ലോനെ വീട്ടിൽ വിളിക്കുക. കുക്കു ആണ് കുറച്ച് ബാക്കിലോട്ട് തള്ളി വണ്ടി എടുത്തത്. എന്നിട്ട് ഒറ്റ പോക്ക് പോകുന്നുണ്ട് കേട്ടോ. ഇവിടെ തന്നെയാണ് കേട്ടോ, അതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. ജസ്റ്റ് മോളി അവിടെ പോയി ടേൺ അടിച്ചിട്ട് താഴെ വരും. അവരും എൻജോയ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അവർ രാവിലെ ഒരു 10-11 മണിയാകുമ്പോൾ വന്നിട്ട് വൈകുന്നേരം ആകുമ്പോഴേക്കും തിരിച്ചു പോയി കേട്ടോ. എന്താ വെച്ചാൽ എൻ്റെ പിറ്റേ ദിവസം ചേട്ടൻ തിരിച്ച് ദുബായിലേക്ക് പോകുമായിരുന്നു. അപ്പം വളരെ ഒരു ഷോർട്ട് മീറ്റിംഗ് ആയിരുന്നു, പക്ഷെ എല്ലാവരെയും കാണാൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷം തോന്നി കേട്ടോ. അങ്ങനെ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ, സീ യു.